ഒരു കുട്ടയുടെ കീഴിൽ ഒരു തത്തയെ അടച്ചിട്ട് കൂടുണ്ടാക്കാനായിട്ട് ഓടി നടന്നൊരു ബാലൻ്റെ കഥയുണ്ട്. എവിടെ നിന്നോ കിട്ടിയ ഒരു തത്തയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു കൂടുണ്ടാക്കാൻ ഈ കുഞ്ഞ് ഓടി നടക്കുകയാണ്. ഈ തനിക്ക് ലഭിച്ച തത്തയെ ഒരു കുട്ടയുടെ കീഴിൽ അടച്ചിട്ടതിന് ശേഷം മനോഹരമായ ഒരു കൂടുണ്ടാക്കാൻ അവൻ പകലന്തിയോളം പാഞ്ഞു നടന്നു. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ സുന്ദരമായ കൂടും കയ്യിലേന്തി ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെ തൻ്റെ തത്തയ്ക്ക് ഈ കൂട് നൽകുവാനായിട്ട് ഈ കുഞ്ഞ് തത്തയെ അടച്ചിട്ടിരിക്കുന്ന കുട്ടയുടെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. ഒരു ദിവസം മുഴുവനും തൻ്റെ കുഞ്ഞു തത്തയ്ക്ക് വേണ്ടി സുന്ദരമായ കൂടുണ്ടാക്കുവാൻ ഓടി നടക്കുന്നതിനിടയിൽ ആഹാരവും വെള്ളവും എന്തിന് വേണ്ടത്ര വായു പോലും കിട്ടാതെ പാവം തത്ത കുട്ടയുടെ കീഴിൽ ചത്തുകിടക്കുന്നു. നമ്മളും ഇങ്ങനെയാണ്. പലതും നേടാനുള്ള നമ്മുടെ പരക്കം പാച്ചിലിൽ നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ജീവവായു പോലെ അത്യന്താപേക്ഷിതമായ ആശയവിനിമയത്തെപ്പറ്റി നമ്മൾ മറന്നു പോവുകയാണ്. എല്ലാം വെട്ടിപ്പിടിച്ച് തിരികെ എത്തുമ്പോൾ ചത്തുമലച്ച ദാമ്പത്യ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കാണേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാവുകയാണ്. മനോഹരമായ കുടുംബജീവിതത്തിന് അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സാമ്പത്തിക സുരക്ഷിതത്വവും പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും സൗന്ദര്യവും സ്നേഹവും ഉൾപ്പെടെ നിരവധി ഉത്തരങ്ങൾ ഒരുപക്ഷെങ്കിൽ പറയുവാൻ നമുക്കുണ്ടാവും. എന്നാൽ ഇതിനെയെല്ലാം മുത്തുമാല പോലെ കോർത്തിണക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ആശയവിനിമയം എന്ന നൂൽ. ആ നൂലില്ലെങ്കിൽ ഈ മുത്തുകൾക്ക് എന്താണ് വില? നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഇന്ന് ആശയവിനിമയം എന്ന കാര്യത്തെപ്പറ്റി നാം ബോധവാന്മാരല്ല. ഇനി അങ്ങനെയാണെങ്കിലും അതിന് നാം വലിയ ഊന്നൽ നൽകുന്നില്ല. സാമ്പത്തികം ഭദ്രമാക്കാനുള്ള നമ്മുടെ തന്ത്രപ്പാടിൽ നിർണായകമായ ഈ കാര്യം നാം മറന്നു പോവുകയാണ്. ഒടുവിൽ ബാലൻസ് തെറ്റി നാം അല്ലാതായി മാനസികമായും ശാരീരികമായും ഒക്കെ മാറുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഇങ്ങനെയുമൊക്കെയും അല്ലാതെയും ജീവിക്കാമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സമയവും സാഹചര്യങ്ങളുമൊക്കെ കടന്നുപോയിരിക്കാം. അതുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കുകയും അരുത്.